ഹായ്. ഞാൻ ആക്ച്വലി എങ്ങോട്ട് പോകാൻ ഒരുങ്ങി നിൽക്കുകയെന്നറിയാമോ? എൻ്റെ ചെടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ മണ്ണും വളവും ഒന്നും ഇല്ലാതാണ്ട് ആകെ ശോഷിച്ച് കരിയാനൊക്കെ തുടങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കിവിടെ അടുത്തല്ല കുറച്ച് ദൂരമുണ്ട്, കുറച്ച് ദൂരമായിട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആണെങ്കിൽ ഈ ചകിരിച്ചോറ് വളം അങ്ങനെയൊക്കെ കിട്ടുന്ന വലിയൊരു പ്ലാന്റ് ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവിടെ പോയിട്ട് സാധനം മേടിച്ചുകൊണ്ട് വരാമെന്ന്. അപ്പോൾ എൻ്റെ കൂട്ടുകാരാരെങ്കിലും ബാംഗ്ലൂരിലുള്ളവർക്ക് ഇത് പ്രയോജനപ്പെടുന്നെങ്കിൽ പ്രയോജനപ്പെടട്ടെ, അതിൻ്റെ കൂടെ എനിക്ക് സാധനവും വാങ്ങിക്കാം. അപ്പോൾ ഞാൻ എന്തൊക്കെ വാങ്ങിക്കുന്നതെന്നൊക്കെ എൻ്റെ കൂട്ടുകാർക്ക് കാണാമല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് പോയിട്ട് വന്നാലോ. ആദ്യം നിങ്ങൾ എൻ്റെ ചെടിയുടെ അവസ്ഥകൾ നിങ്ങളൊന്ന് നോക്കുക. അത് കാണുമ്പോൾ മനസ്സിലാവും എൻ്റെ ചെടിക്കകത്ത് വളവും മണ്ണും ഒന്നും ഇല്ലാതെ പാവം കരിയാൻ തുടങ്ങി കേട്ടോ. കണ്ട എൻ്റെ മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റിൻ്റെ അവസ്ഥ നോക്കിക്കേ, മണ്ണും വളമൊന്നും ഇല്ലാതെ ആകെ അങ്ങ് ശോഷിച്ച അവസ്ഥയാണ്. എല്ലാം ഉണങ്ങാൻ തുടങ്ങി, കണ്ടില്ലേ? ഇതിൻ്റെ ചുവട്ടിലൊന്നും ഒരു തുള്ളി മണ്ണില്ല. അപ്പോൾ പോയി ഒന്ന് വാങ്ങിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇതുള്ളത് വന്നിട്ട് ഹെസറുകെട്ട റോഡിലാണ്. ഹെസറുകെട്ട റോഡ് എന്ന് പറയുന്നത് കുറച്ചങ്ങ് പോകണം. എനിക്കിവിടുന്ന് എനിക്കൊരു 10-20 മിനിറ്റ് കൂടുതൽ ടൂ വീലറിൽ പോകണമെന്ന് തോന്നുന്നു. ഞാനിവിടുന്ന് ടൂ വീലറിലാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. നമ്മൾ ഈ ഹെസറുകെട്ട മെയിൻ റോഡിൽ വരുന്ന വഴിക്ക് ഇവിടെ ഓയിസ്റ്റർ ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലുണ്ട്. ആ ഹോട്ടലിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ളിലോട്ട് കിടക്കുന്ന റോഡാണ് കേട്ടോ. കണ്ടില്ലേ, ഞാനിതിവിടെ ഉള്ളിലെത്തി. ആൾക്കാർ കണ്ടോ ഈ ചകിരിച്ചോറ് പാക്ക് ചെയ്ത് ഇങ്ങനെ ചാക്കിലാക്കി വെക്കുകയാണ്, തൂക്കിയിട്ട്. ഇവിടെ ചകിരിച്ചോറ് വളം അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കിട്ടും. അപ്പോൾ ഞാനങ്ങനെ 2 ചാക്ക് ചകിരിച്ചോറ് മേടിച്ചു. 2 ചാക്ക് ചകിരിച്ചോറും 1 ചാക്ക് എല്ലുപൊടി വളവും മേടിച്ചു. എനിക്കിങ്ങനെ ചാക്ക് വെച്ച് കഴിഞ്ഞാൽ ഇരുന്ന് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പം അവിടെ പണിക്കാരിൽ ഒരാൾ വന്നിട്ട് അതെല്ലാം എനിക്ക് താഴോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ട് പിന്നെ എല്ലാം കറക്റ്റായിട്ട് വെച്ച് തന്നു. ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിച്ച് വണ്ടിയിൽ കയറ്റി. അപ്പോൾ എൻ്റെ കൂട്ടുകാർ വിചാരിക്കുന്നുണ്ട് ഇത് എങ്ങനെ ഓടിച്ച് കൊണ്ടുപോകുന്നല്ലേ, ഇതിലും വലിയത് നമ്മൾ ഓടിക്കും പിന്നല്ലേ ഇത് എന്ന് ഞാൻ മനസ്സിൽ വിചാരിക്കുന്നു കേട്ടോ. ഞാൻ അവരോട് പറഞ്ഞു ഈ 3 ബാഗ് പറ്റുമെന്ന് വെച്ചാൽ ഇല്ല പറ്റുമെന്ന് പറഞ്ഞു. അവർ ഇത് ചെയ്തതാണ്. പക്ഷേങ്കിൽ ഇപ്പം പിന്നെ കാല് എത്തുന്ന ഒരു ഡൗട്ട്. എന്തായാലും നോക്കാം, പോവാമെന്ന് വിചാരിച്ചു. അയ്യോ, അങ്ങനെ എൻ്റെ കൈയുടെ അവസ്ഥ നോക്കി. സക്സസ്ഫുള്ളി ഡെലിവേർഡ് എന്നൊക്കെ കേട്ടിട്ടില്ല എൻ്റെ കൂട്ടുകാർ. അതുപോലെ ഞാൻ സക്സസ്ഫുള്ളി ഡെലിവേർഡ് ചെയ്തു. ഇവിടെ വണ്ടി ഇവിടെ കൊണ്ടെത്തിച്ചോട്ടോ. എന്തോ ഒരു വലിയ ബാഗാണ് എനിക്ക്. ആക്ച്വലി ഞാൻ ഇവിടുന്ന് ഒരു 3:20 ഞാൻ പോയി. കറക്റ്റ് 4:20 പിന്നെ തിരിച്ചുവിടെത്തി. ഞാൻ തിരിഞ്ഞു നോക്കി എന്താണെന്നല്ല എൻ്റെ കൂട്ടുകാർ വിചാരിക്കുന്നത്. അവിടെ ക്ലോക്കുണ്ട്, ഇവിടെ സെല്ലറിനകത്തൊരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ പെട്ടെന്ന് സമയം നോക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഒരു ക്ലോക്ക് വെച്ചിട്ടുണ്ട്. കറക്റ്റ് 1 മണിക്കൂർ, മിനിമം ഒരു അരമണിക്കൂർ വേണം നമുക്ക് ടൂ വീലറിലാണെങ്കിൽ പോയിട്ട് വരാൻ. ഇത് വന്നിട്ട് നമ്മൾ ഹെസറുകെട്ട റോഡ് ഹുഡ്ലി ചിക്കനഹള്ളി എന്ന് പറയുന്ന ആ സ്റ്റോപ്പ് കഴിഞ്ഞ് ഇച്ചിരി മുന്നോട്ട് പോകുമ്പോഴായിട്ടാണ് ഇത് വരുന്നത്. കറക്റ്റ് റൂട്ട് ഞാനത് എവിടെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ കഷ്ടപ്പാട് നിങ്ങൾ കണ്ടല്ലോ. ആക്ച്വലി എൻ്റെ ചെടികളെല്ലാം ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. എപ്പോഴും സമയത്താണെന്ന് വിചാരിച്ചിട്ട് ഇത് മേടിക്കാൻ പോകാനേ പറ്റുന്നില്ലായിരുന്നു. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ചു ഇനിയും നമ്മൾ ഇങ്ങനെ നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവത്തില്ല, എന്നാൽ ശരി പോയി മേടിച്ചുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ എന്നാ മേടിച്ചത്, 2 ചാക്ക് ചകിരിച്ചോറും 1 ചാക്ക് നമ്മുടെ നാട്ടിൽ എല്ലുപൊടി എന്ന് പറയത്തില്ല, ആ സംഭവമാണ്. ഒരു കറുത്തിട്ടിരിക്കുന്ന ഒരു വളമുണ്ടല്ലോ, അതാണ്. അതിന് എനിക്ക് തോന്നുന്നു എല്ലുപൊടി എന്നാണ് പറയുന്നത് തോന്നുന്നു. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല, എന്നാൽ എൻ്റെ അറിവിനനുസരിച്ച് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത് രണ്ടുമാണ് ഞാൻ മേടിച്ചുകൊണ്ട് വന്നത്. ഇനി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാൻ കുറച്ച് മണ്ണ് മേടിക്കണം. അപ്പോൾ ഇതിൻ്റെ റേറ്റ് പറഞ്ഞില്ലല്ലോ. ഇതിൻ്റെ റേറ്റ് അവിടെ ആയതുകൊണ്ട് 1 ചാക്ക് ചകിരിച്ചോറിന് 150 രൂപ, 10 കിലോയുടെ 1 ബാഗ് വളത്തിന് 150 രൂപ. അങ്ങനെ ഞാൻ 2 ചാക്ക് ചകിരിച്ചോറും 1 ചാക്ക് വളമാണ് മേടിച്ചത്. ഇനി ഇതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനായിട്ട് മറ്റേ നല്ല മണ്ണ് വരുമല്ലോ, നല്ല ചുമന്ന മണ്ണ് വരുമല്ലോ. അപ്പോൾ ആ മണ്ണ് മേടിച്ചുകൊണ്ട് വരണം. അതുകൂടെ മേടിച്ചിട്ട് വന്നിട്ട് 3 കൂടെ മിക്സ് ചെയ്തിട്ട് വേണം ചെടി നടാൻ. ഇപ്പോൾ ഉള്ള ചെടിക്കകത്ത് ഞാൻ ഇത് 2 കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങ് ഇടത്തേ ഉള്ളൂ. പുതുതായിട്ട് ചെടി വെക്കുന്നതിനകത്ത് കുറച്ച് മണ്ണും കൂടെ ഒക്കെ മിക്സ് ചെയ്യണം. അപ്പോൾ ആ മണ്ണൂടെ മേടിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പൂർത്തീകരണമാകത്തുള്ളൂ. പിന്നെ മണ്ണ് ഇവിടെ കിട്ടും. ഒരു 10-20 രൂപ അധികം ആയാലും കുഴപ്പമില്ല, ഇവിടെ നിന്ന് മേടിക്കുന്നുള്ളൂ. കാരണം അത്രയും ദൂരം പോയിട്ട് വരിക എന്ന് പറഞ്ഞാലേ അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ മിനിമം 1 മണിക്കൂർ വണ്ടി ഓടിക്കണം. അത്രയും നേരം ഞാൻ വണ്ടി ഓടിച്ച് വന്നപ്പോൾ എൻ്റെ കൈയുടെ അവസ്ഥ എൻ്റെ കൂട്ടുകാർ കണ്ടായിരുന്നു. ഭയങ്കര കഷ്ടപ്പാടാണ്. എന്നാൽ എനിക്ക് ആ ചെടികൾ നശിച്ചു പോകുന്ന കാണുമ്പോൾ ഒരു സങ്കടം തോന്നിയതുകൊണ്ട് ഇറങ്ങിയതായിരുന്നു. സമയമില്ലായിരുന്നു. എന്നാൽ കൂടി ഇന്ന് എനിക്കിത് ചെയ്തേ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇറങ്ങിയത്. അതെൻ്റെ കൂട്ടുകാർക്കൂടെ പ്രയോജനപ്പെടുന്നെങ്കിൽ ആയിക്കോട്ടെ. കാരണം എല്ലാവർക്കും അറിയണമെന്നില്ല. കാരണം എനിക്ക് ഇത് അറിഞ്ഞത് ഞാൻ കുറച്ച് നാൾ മുമ്പാണ്. നമുക്കൊരു ഫ്രണ്ട് ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ പോയി മേടിച്ചത്. അപ്പോൾ അറിയാത്തവർക്ക് യൂസ്ഫുൾ ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ഉടനെ തന്നെ വീണ്ടും കാണുന്നത്. ടേക്ക് കെയർ, ബൈ.